ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മെയിൻ സംഭവമാണ് നമ്മൾ ജാൻമണിക്കെതിരെ നോറ വെച്ച ഒരു അലിഗേഷൻ. അതായത് നോറയെ നോക്കി ജാൻമണി തുപ്പി എന്നുള്ളത് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു നോറയെ നമ്മൾ കണ്ടായിരുന്നു. ക്യാപ്റ്റൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, മറ്റു മത്സരാർത്ഥികളോട് പൊട്ടിക്കരയുന്നുണ്ട്, എന്താണ് ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ലൈവ് വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് നമ്മളെ ജാൻമണിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തൊരു സംഭവം നടന്നതായി നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ കാണുന്ന വീഡിയോയിൽ ജാൻമണി നേരെ നേരെ അഭിഷേകിനെയും നമ്മൾ നോറയും ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വിഷ്വലാണ് നമ്മൾ കാണുന്നത്. കാരണം നോറ വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ട് ജാസ്മിനോട് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ചെയ്ത് കാണിക്കുമ്പോൾ നോറയെ നോക്കി തുപ്പി എന്നാണ് നോറ പറയുന്നത്. പക്ഷേ ആ ഒരു വിഷ്വൽ നമുക്ക് നോക്കുമ്പോൾ ആരെയും ശ്രദ്ധിക്കാതെ നേരെ പോകുന്ന ഒരു ജാൻമണിയാണ്. നമ്മൾ അഭിഷേകും അവിടെ നിന്നിട്ട് എന്തോ ഒരു കമൻറ്റ് അടിച്ചിരുന്നു, നോ ഫിയർ അങ്ങനെ എന്തോ ഒരു കമൻറ്റ് അടിച്ചിരുന്നു. പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി തരണമെങ്കിൽ ലാലേട്ടൻ തന്നെ അതിന് വേറെ ഏതെങ്കിലും ക്യാമറ ആംഗിൾസിൽ അത് ക്യാപ്ചർ ആയിട്ടെങ്കിൽ ലാലേട്ടൻ തന്നെ അതിനൊരു ക്ലാരിറ്റി ഇന്ന് പ്രേക്ഷകർക്ക് തരണം. അല്ലെങ്കിൽ തീർച്ചയായും ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ വിചാരിക്കുക ജാൻമണി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന്. കാരണം ജാൻമണി ഓൾറെഡി നോറയും ജാൻമണി തമ്മിൽ അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ജാൻമണിക്ക് ഒരുപാട് പ്രാവശ്യം ലാലേട്ടൻ വാർണിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിലും ഒരു സംഭവം നടന്നിരുന്നു. സോ എല്ലാവരും ജാൻമണിയാണ് തെറ്റിദ്ധരിക്കുക. പക്ഷെ അങ്ങനെ ജാൻമണിൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിൽ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഇടപെട്ട് അതിൻ്റെ വ്യക്തത മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും നൽകണമെന്ന് തന്നെയാണ് എനിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും. കാരണം അല്ലെങ്കിൽ ഈ ഒരു വിഷയം അടുത്ത ആഴ്ചയ്ക്ക് വേറെ രീതിയിൽ എക്സ്പ്ലോർഡ് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് എക്സ്പ്ലോർഡ് ആയാൽ തീർച്ചയായും ജാൻമണി ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യാമെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ ജാൻമണി ജാസ്മിനോട് പറയുന്നുണ്ട്, അതായത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയാൻ എനിക്ക് യാതൊരു എന്താ പറയുക ഒരു പ്രോബ്ലമും ഇല്ലെന്നുള്ള കാര്യം വളരെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, നോക്കാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് നമുക്ക് എന്തായാലും നോക്കാം.